രണ്ട് തരം ക്ലോറക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ ഒരു ക്ലോറക്സ് കാണിച്ചിരുന്നു. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലോറക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏത് തരം ക്ലോറക്സാണ് വാങ്ങിക്കേണ്ടത്, ഇതെവിടെ കിട്ടുമെന്നൊക്കെ. അതിനൊക്കെ ആയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ, രണ്ട് തരം ക്ലോറക്സ് എടുത്തിരിക്കുന്നതിൽ ഒന്ന് തുണി കഴുകുന്നതും ഒന്ന് ബാത്റൂം ക്ലീനറുമാണ്. ബാത്റൂം ബ്ലീച്ചായിട്ടും അതുപോലെ ക്ലോസറ്റ് ഉപയോഗിക്കാനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനെല്ലാം ഉപയോഗിക്കുന്ന ഒന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത്. അത് തമ്മിൽ മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ വെളുക്കത്തില്ല, ജെൻസ് മാത്രം ചാകുകയുള്ളൂ. ഈ ക്ലോറക്സാണ് നമ്മുടെ തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. കരിമ്പം കളയാനായിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കുറേ തുണിയൊക്കെ കൂട്ടിയിട്ടൊന്ന് ചിട്ടാലും ഉണ്ടല്ലോ, ഓരോന്നിൻ്റെയും കളറ് പോകുന്നേ ഉള്ളൂ, പക്ഷേ ഒന്നിലായിട്ട് കയറി പിടിക്കില്ല. എല്ലാം വെള്ള കളറായിട്ട് കിട്ടും. പക്ഷേ എത്ര കളറുള്ള തുണിയാണെന്ന് വെച്ചാലും ഡോസ് കൂടുതൽ ഒഴിച്ചാൽ വെള്ള കളറാകും. അതേസമയം ക്വാണ്ടിറ്റി കുറച്ച് ഒഴിക്കുവാണെങ്കിൽ കരിമ്പം മാറി കിട്ടുവേ. ഇത് ഉപയോഗിക്കുമ്പോൾ എത്ര കരിമ്പമുള്ള തുണിയാണേലും ഉണങ്ങിയ തുണി എടുക്കുക. ഉണങ്ങിയ തുണി മാത്രമേ കരിമ്പം മാറി കിട്ടത്തുള്ളൂ. 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് തന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ അടപ്പിൽ തന്നെ ഒരു 2 അടപ്പ് കണക്ക് കൂട്ടി ഈ ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കണം. ഈ ക്ലോറക്സിലേക്ക് നമ്മൾ കരിമ്പനുള്ള തുണികളെല്ലാം ഒന്നിച്ചിടാം. പക്ഷേ എല്ലാം വെള്ള കളറാവും കൂടുതൽ ചേർത്താൽ. കുറച്ച് ക്ലോറക്സ് ആണെങ്കിലും എത്ര കളറുള്ള തുണിയാണേലും ആ കളറ് പോകാതെ തന്നെ കരിമ്പൻ ഇളകി കിട്ടുവേ. പക്ഷേ അത് ചേർക്കുന്ന ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിച്ചോണം. ക്ലോറക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അത് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ തുണി നാശമാകാതെ കരിമ്പനൊക്കെ കളഞ്ഞ് വൃത്തിയായി കിട്ടുന്നതെന്നുമാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഈ ക്ലോറക്സിൽ തന്നെയുണ്ട്, ടോയ്ലറ്റ് ക്ലീനറിനകത്ത് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ തുണി അലക്കുന്ന ക്ലോറക്സ് അതിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്ര കപ്പിന് ഇത്ര വെള്ളം എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം മാത്രമേ തുണി ഇടാവുള്ളൂ. ഒന്നിച്ച് തുണി ഇടുമ്പോഴത്തേക്ക് അല്ലെ കളറ് പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കാവുള്ളേ. ഇത് കണ്ടില്ലേ, ഇതാ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ക്ലോറക്സ്. അതിൽ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ഉപയോഗിച്ചാൽ മതി. സാധാരണ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കൊക്കെ അല്ലേ, ആ ഹാർപ്പിക്കിനെക്കാട്ടിയൊക്കെ നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ല തിളക്കവും കിട്ടും, അതുപോലെ ജെംസും പോയി കിട്ടും. പിന്നെ നമുക്ക് വാഷ് ബേസിനും ഉപയോഗിക്കാം. അത് ആ ക്ലോറക്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഈ ക്ലോറക്സ് തുണി കഴുകുന്ന എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം കളറ് പോകും. വാഷ് ബേസിൻ്റെയും കളറ് പോകും, അതുപോലെ ടോട്ടൽ പ്രശ്നമായി തീരും. ഇത് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഈ ബ്ലീച്ച് ടോയ്ലറ്റ് ബൗൾ എന്ന് എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ ബാത്റൂമിൽ യൂസ് ചെയ്യാവുള്ളൂ. എത്ര വൃത്തിയാകാതെ കിടക്കുന്ന തുണിയും ക്ലോറക്സ് ഇട്ടാൽ വൃത്തിയാക്കി കിട്ടും. പക്ഷേ അത് ചേർക്കുന്ന അളവിൻ്റെ ആ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. നമ്മൾ ഒരു ബക്കറ്റിനകത്ത് 2 ലിറ്റർ വെള്ളം എടുക്കുവാണെങ്കിൽ അത് 2 കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടപ്പാകട്ടോ. അത് നിറച്ച് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുക. ഉണങ്ങിയ തുണി അതിലേക്ക് കുതിർത്തിടുക. അതിലിട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇളക്കരുത്, ഒരു കമ്പി വെച്ചിട്ട് ഇളക്കാവുള്ളൂ. നമ്മൾ കൈകൊണ്ട് ഇളക്കുവാണെങ്കിൽ ചിലവരുടെ സ്കിന്നിനൊക്കെ പെട്ടെന്ന് പ്രശ്നമാവും. ഈ ക്ലോറക്സ് നല്ല എഫക്റ്റുള്ള സാധനമാണ് കേട്ടോ. എന്നിട്ടത് മുക്കിയിടുക. ചിലത് 2 ദിവസം ഇടണം, ചിലത് 1 ദിവസം ഇടണം. ഒരു നൈറ്റ് ഫുള്ളേ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം ഒന്നുകൂടി ഇളക്കിയിട്ടതിന് ശേഷം വേണം ഇതെടുത്ത് കഴുകാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ കരിമ്പനും പോവും, അഴുക്കും പോവും. അഴുക്ക് കളറ് പിടിച്ചിട്ടുണ്ട് അതെല്ലാം പോവും. വെള്ളത്തുണിയാണ് നല്ല വെട്ടി തിളങ്ങി കിട്ടുവേ. അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന ആ വീഡിയോയിൽ വന്നിരിക്കുന്ന കമൻറ്റിൻ്റെ മറുപടിയാണ് ഞാൻ കൂടുതലായിട്ടും ഇതിന് തരുന്നത്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കുക, ഇതെവിടെ കിട്ടും, ഈ ക്ലോറക്സ് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെ. അതിനാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും ക്ലോറക്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും. ഇതിനി മേടിക്കുന്ന എവിടെ നിന്നാന്ന് കൂടി പറഞ്ഞുതരാം. പശ മേടിക്കുന്ന കട, അവർ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. എല്ലായിടത്തും ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പം മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കളർ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതും അതുപോലെ വെള്ള ഡ്രസ്സ് കരിമ്പം കളയാൻ യൂസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. കാരണം ഇത് കൂടുതൽ ലെങ്തായി പോവും. അതിനായിട്ടൊരു
പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോറക്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതനുസരിച്ച് വേണം മേടിക്കാൻ. ഇത് യൂസ് ചെയ്താൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കണമെന്ന് മാത്രം. ഇപ്പോൾ ക്ലോറക്സിനെ കുറിച്ചുള്ള എല്ലാ സംശയവും നിങ്ങളുടെ തീർന്നെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഉപകാരമുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.